2016 ഒക്ടോബറിൽ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന പേപ്പറിൽ വന്നിരിക്കുന്ന മെഷീൻ അവർ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇവിടെ തന്നിരിക്കുന്ന അനുസരിച്ച് മെഷീൻ്റെ കോസ്റ്റ് 19,200 ആണ്. എസ്റ്റിമേറ്റഡ് സ്ക്രാപ്പ് വാല്യൂ 1,200 ആണ്. അതായത് മെഷീൻ്റെ പ്രതീക്ഷിക്കുന്ന കാലാവധി കഴിഞ്ഞ് അത് സ്ക്രാപ്പ് വിലയ്ക്ക് വിറ്റാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 1,200 രൂപയാണെന്ന് അർത്ഥം. ആവറേജ് റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ചാർജ് പെർ മന്ത് എന്ന് പറയുന്നത് ശരാശരി പ്രതിമാസം റിപ്പയറിങ്ങിനും മെയിൻ്റനൻസിനും വേണ്ടി 150 രൂപ ചിലവാക്കേണ്ടി വരും ഈ മെഷീന്. സ്റ്റാൻഡിങ് ചാർജസ് അലോക്കേറ്റഡ് ടു മെഷീൻ പെർ മന്ത്. മെഷീന് മുടക്കമില്ലാതെ എല്ലാ മാസവും വരുന്ന സ്റ്റാൻഡിങ് ചാർജസ് 50 രൂപ വേറെയുണ്ട്. ഈ മെഷീൻ്റെ ഇഫക്റ്റീവ് വർക്കിംഗ് ലൈഫ് അവേഴ്സിൽ പറയുകയാണെങ്കിൽ 10,000 മണിക്കൂർ പ്രവർത്തിക്കും. റണ്ണിങ് ടൈം പെർ മന്ത് എന്ന് പറയുന്നത് ഒരു മാസത്തിൽ ഈ മെഷീൻ 166 മണിക്കൂർ ഓടാൻ സാധ്യതയുണ്ട്. ഇനി വൈദ്യുതിയുടെ ഉപയോഗം നോക്കാം. പവർ യൂസ്ഡ് ബൈ മെഷീൻ 5 യൂണിറ്റ്സ് പെർ അവർ അറ്റ് ദ റേറ്റ് ഓഫ് 19 പൈസ പെർ യൂണിറ്റ്. യൂണിറ്റിന് 19 പൈസ നിരക്കിൽ ഉള്ള വൈദ്യുതി ഒരു മണിക്കൂറിൽ 5 യൂണിറ്റ് വീതം കൺസ്യൂം ചെയ്യും ഈ മെഷീൻ. ഇത്രയും ഡീറ്റെയിൽസാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. MHR അഥവാ മെഷീൻ അവർ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. സോ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇൻ ഓർഡർ ടു കാൽക്കുലേറ്റ് MHR വി നീഡ് ടു കൺസിഡർ വേരിയസ് കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് ദ മെഷീൻ ആൻഡ് ഇറ്റ്സ് ഓപ്പറേഷൻ. മെഷീനും അതിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട പല കോസ്റ്റുകൾ ഒരേ സമയം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ തന്നിരിക്കുന്ന? മെഷീൻ്റെ കോസ്റ്റ് 19,200, എസ്റ്റിമേറ്റഡ് സ്ക്രാപ്പ് 1,200, ആവറേജ് റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് കോസ്റ്റ് 150 രൂപ പ്രതിമാസം. സ്റ്റാൻഡിങ് ചാർജ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാ മാസവും മെഷീൻ പ്രവർത്തിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ മുടക്കേണ്ട പൈസ 50 രൂപയാണ്. ഇഫക്റ്റീവ് വർക്കിംഗ് ലൈഫ് ഓഫ് ദ മെഷീൻ 10,000 അവേഴ്സാണ്. റണ്ണിങ് ടൈം പെർ മന്ത് എന്ന് പറയുന്നത് 166 മണിക്കൂറാണ് ഒരു മാസത്തിൽ ഓടാൻ കഴിയുന്നത്. പവർ യൂസ്ഡ് ബൈ മെഷീൻ, ഇത്രയും ഡീറ്റെയിൽസ് തന്നിരിക്കുന്നു. നൗ കാൽക്കുലേറ്റ് ഡിപ്രീസിയേഷൻ പെർ അവർ. ഒരു മണിക്കൂറിന് എത്ര തേയ്മാന നഷ്ടം ഉണ്ടാകുമെന്ന് കാണണമെങ്കിൽ ആദ്യം ഡിപ്രീസിയേഷൻ്റെ സ്ട്രൈറ്റ് ലൈൻ മെത്തേഡിലുള്ള ഡിപ്രീസിയേഷൻ്റെ നമ്മുടെ ഫോർമുല എന്താണ്? ഒറിജിനൽ കോസ്റ്റ് ഓഫ് ദ മെഷീൻ മൈനസ് സ്ക്രാപ്പ് വാല്യൂ അറ്റ് ദ എൻഡ്. ഒറിജിനൽ കോസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് 19,200 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മെഷീൻ്റെ ഒറിജിനൽ കോസ്റ്റ് 19,200 രൂപയാണ്. സോ 19,200 നിന്ന് സ്ക്രാപ്പ് വാല്യൂ അറ്റ് ദ എൻഡ് എന്ന് പറയുന്നത് അവസാനം വിറ്റാൽ മെഷീൻ്റെ എസ്റ്റിമേറ്റഡ് വർക്കിംഗ് ലൈഫ് കഴിഞ്ഞാൽ 10 വർഷമാണെങ്കിൽ 10 വർഷം, എത്ര വർഷമാണോ അത് വർഷം കഴിഞ്ഞ് വിറ്റാൽ അത് നമുക്ക് കിട്ടുന്ന സ്ക്രാപ്പ് വില, സ്ക്രാപ്പിന് വിറ്റാൽ കിട്ടുന്ന വില 1,200 രൂപയാണ്. അത് കഴിച്ച് ബാക്കിയുള്ളത് നമുക്ക് തേഞ്ഞ് തീരുമെന്നർത്ഥം. 10 കൊല്ലം കൊണ്ടാണെങ്കിൽ 10 കൊല്ലം കൊണ്ട് തേഞ്ഞ് തീരുമെന്നർത്ഥം. അതിനെ മണിക്കൂറുകളിലെ ഡിപ്രീസിയേഷൻ ആണെങ്കിൽ എത്ര മണിക്കൂർ മെഷീൻ ഓടുമെന്നുള്ളത് നമുക്കറിയാമല്ലോ. 10,000 മണിക്കൂറാണ് മെഷീൻ ഓടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എക്സ്പെക്റ്റഡ് വർക്കിംഗ് ലൈഫ് അവേഴ്സിൽ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യനിലുണ്ട്. അപ്പോൾ 10,000 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ 18,000 രൂപയുടെ 10,000 മണിക്കൂർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മണിക്കൂറിൽ 1 രൂപ 80 പൈസയുടെ മെഷീൻ തേഞ്ഞ് തീരും എന്ന് നമുക്ക് മനസ്സിലായി. ഒരു മണിക്കൂറിൽ തേഞ്ഞ് തീരാൻ സാധ്യതയുള്ള മെഷീൻ്റെ ഇതാണ് ഡിപ്രീസിയേഷനാണ് നമ്മൾക്ക് അറിയാൻ കഴിഞ്ഞത്. എത്രയാണെന്നാണ് പറഞ്ഞത്? ഒരു മണിക്കൂറിൽ ഇത്രയും ഡിപ്രീസിയേഷൻ ഉണ്ടെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ ആദ്യത്തെ കാൽക്കുലേഷനായിട്ട് നമ്മളതാണ് ചിന്തിക്കുന്നത്, ഒരു മണിക്കൂറിലെ അതിൻ്റെ കാൽക്കുലേഷൻ. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് 1 രൂപ 80 പൈസയാണ് ഒരു മണിക്കൂറിലെ ഡിപ്രീസിയേഷൻ. സ്റ്റെപ്പ് 2-ൽ കാൽക്കുലേറ്റ് റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ചാർജ് പെർ അവർ. ഒരു മണിക്കൂറിൽ എല്ലാം അവർ റേറ്റ്, MHR എന്ന് പറഞ്ഞാൽ അതാണ്, എല്ലാം മണിക്കൂറിൻ്റെ റേറ്റിലേക്ക് കൊണ്ടുവരുന്നതാണ്. ഉണ്ടോ? വർഷത്തിലെ ഡിപ്രീസിയേഷൻ അല്ല നമ്മളിപ്പോൾ കണക്കാക്കിയത്. ഒരു മണിക്കൂർ മെഷീൻ ഓടിയാൽ 1 രൂപ 80 പൈസയുടെ മെഷീൻ തന്നെ തേഞ്ഞില്ലാണ്ടായിട്ടുണ്ടാവും എന്ന് വിചാരിക്കേണ്ടി വരും. കാരണം 10,000 മണിക്കൂറാണ് ആകെ ഓടാനുള്ളത്. അപ്പോൾ ആകെ മെഷീൻ്റെ വില എന്ന് പറയുന്നത് ഈ 10,000 മണിക്കൂർ ഓടുന്ന മെഷീന് നമുക്ക് 18,000 രൂപ ഇത്രയും കാലം കൊണ്ട് നമുക്ക് ചിലവാകും. അവസാനം സ്ക്രാപ്പ് വിറ്റ് കിട്ടുന്ന പൈസ ഒഴിവാക്കിയാൽ ബാക്കി 18,000 രൂപ, 19,200 മെഷീൻ്റെ വില. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കണക്കാക്കേണ്ടത്? റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ചാർജസ് പെർ അവർ എന്ന് പറയുന്ന ആവറേജ് റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ചാർജസ് പെർ മന്ത് ഡിവൈഡഡ് ബൈ റണ്ണിങ് ടൈം പെർ മന്ത് ആണ്. റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ചാർജസ് പെർ അവറിലേക്ക് കൊണ്ടുവരണം. എങ്ങനെയാണ്? പെർ മന്തിലെ ചാർജ്
150 രൂപയാണെന്ന് അവർ തന്നിരിക്കുന്നത് കൊണ്ട് ഒരു മാസം 166 മണിക്കൂർ ഓടുമെന്നുള്ളത് കൊണ്ട് ഒരു മണിക്കൂറിൽ തീർച്ചയായിട്ടും നമുക്ക് സംഭവിക്കാൻ ഇടയുള്ളത് ആ മെഷീൻ്റെ വർക്കിങ്ങിൻ്റെ ഇടയിലാണ് റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് സംഭവിക്കാനിടയുള്ളത്. അതായത് 90 പൈസ ഒരു മണിക്കൂറിൽ റിപ്പയറിങ് ആൻഡ് ഓരോ മണിക്കൂർ മെഷീൻ ഓടുമ്പോൾ 90 പൈസയുടെ റിപ്പയറിങ് വന്നുകൊണ്ടിരിക്കും എന്ന രീതിയിൽ ചിന്തിക്കേണ്ടി വരും. കാരണം നമ്മളെന്താണ് എല്ലാ മണിക്കൂറിലേക്ക് ആക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മെഷീൻ അവർ റേറ്റാണ്. മെഷീൻ ഒരു മണിക്കൂർ ഓടുമ്പോൾ നമുക്ക് എന്ത് ചിലവ് ഇതാണ് കണക്കാക്കുന്നത്. മെഷീൻ അവർ റേറ്റ് അഥവാ MHR അതാണ്. അപ്പോൾ അതിൻ്റെ റണ്ണിങ് ടൈമിലൂടെ നമുക്ക് റിപ്പയറിങ് ചാർജ് ഏതാണ്ട് ഒരു മണിക്കൂറിന് 90 പൈസയ്ക്ക് മേളിൽ 0.9036 പെർ അവർ എന്നുള്ളതാണ് കിട്ടുന്നത്. ഇനി നമുക്ക് അപ്പോൾ ഡിപ്രീസിയേഷനും ഒരു മണിക്കൂറത്തെ റിപ്പയറിങ് ചാർജസും കാൽക്കുലേറ്റ് ചെയ്തു. ഇനി അടുത്തത് മെഷീന് സ്റ്റാൻഡിങ് ചാർജ് പറഞ്ഞിട്ടുണ്ട്. മെഷീൻ ഓടിയില്ലെങ്കിൽ 50 രൂപ പ്രതിമാസം പോകും. അപ്പോൾ 166 മണിക്കൂറാണ് ഒരു മാസം മെഷീൻ ഓടുന്നത് എന്നതുകൊണ്ട് ആ 50 രൂപേനെ 166 മുറിച്ചാൽ ഒരു മണിക്കൂറിനുള്ളിൽ സ്റ്റാൻഡിങ് ചാർജ് വരുന്നത് 30 പൈസയ്ക്ക് മേളിലാണ്. ₹0.3012 പെർ അവർ. ഇനി നാലാമത്തെ സ്റ്റെപ്പാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. കാൽക്കുലേറ്റ് പവർ കോസ്റ്റ് പെർ അവർ. വൈദ്യുതിയുടെ ചാർജിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഒരു യൂണിറ്റിന് 19 പൈസ നിരക്കിൽ ആണ് നമുക്ക് വരാനുള്ളത്. അതുപോലെ തന്നെ 5 യൂണിറ്റാണ് മെഷീൻ ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു വൈദ്യുതി. ഓക്കെ, അപ്പോൾ പവർ കോസ്റ്റ് പെർ അവർ കാണാനായിട്ട് ഒരു മണിക്കൂറിലെ പവർ കോസ്റ്റ് കാണാനായിട്ട്, കാരണം എല്ലാം അവറിലേക്കാണല്ലോ ആണ്. പവർ യൂസ്ഡ് പെർ അവർ, ഒരു മണിക്കൂറിൽ എത്ര പവർ ഉപയോഗിക്കുമെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 5 യൂണിറ്റ് വൈദ്യുതിയാണ് ഒരു മണിക്കൂർ മെഷീൻ പ്രവർത്തിക്കുമ്പോൾ ഉപയോഗിക്കുന്നത്. റേറ്റ് പെർ യൂണിറ്റ്, ഒരു യൂണിറ്റിന് എത്ര രൂപ നിരക്കിലാണ് ഒരു മണിക്കൂറിന് എത്ര രൂപയാണെന്ന് അവർ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഹരിക്കുക. അപ്പോൾ എന്താണ് 19 രൂപയാണ്. അപ്പോൾ നമ്മൾ ഹരിക്കുമ്പോൾ 19 പൈസയാണ്, 0.19 ആണല്ലോ, 19 പൈസയാണ്. അപ്പോൾ 5 ഡിവൈഡഡ് ബൈ 1. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കിട്ടുന്നത് 19 പൈസ എന്നുള്ളതിനെ നമ്മൾ രൂപയായിട്ട് കൺവേർട്ട് ചെയ്യേണ്ടി വരും കേട്ടോ. കാരണം ക്വസ്റ്റ്യനിൽ വെറുതെ 19 പൈസയാണ്. അപ്പോൾ നമ്മൾ രൂപയായിട്ട് കൺവേർട്ട് ചെയ്യാൻ മറന്നുപോയി എന്നിരിക്കട്ടെ, നമ്മുടെ കണക്ക് തെറ്റാൻ സാധ്യതയുണ്ട്. പൈസേനെ രൂപയാക്കി എഴുതുമ്പോൾ നമുക്കറിയാം അത് 100 കൊണ്ട് ഹരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് 0.19 റുപ്പീസ് എന്ന് തന്നെ എഴുതണം. ആ 0.19 എന്ന് എഴുതാതെ വെറുതെ 19 നമ്മുടെ എഴുതിയിട്ടാൽ നമ്മുടെ കണക്ക് തെറ്റും. അപ്പോൾ ഒരു മണിക്കൂറിന് 95 പൈസയാണ് നമുക്ക് വൈദ്യുതി ചെലവ് വരുന്നത് എന്നർത്ഥം. കാരണം എന്തിനാണ് എല്ലാം വൈദ്യുതി ചെലവാണെങ്കിലും സ്റ്റാൻഡിങ് ചാർജ് ആണെങ്കിലും റിപ്പയറിങ് ചാർജ് ആണെങ്കിലും മെഷീൻ്റെ ഡിപ്രീസിയേഷൻ ആണെങ്കിലും എല്ലാം ഒരു മണിക്കൂറത്തേക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് മെഷീൻ അവർ റേറ്റ് ആണ്. ഇപ്പോൾ എല്ലാം കണ്ടെത്തിയ സ്ഥിതിക്ക് ഇനി MHR കാണാനായിട്ട് എല്ലാം കൂടി കൂട്ടിയാൽ മതി അല്ലേ. കാൽക്കുലേറ്റ് മെഷീൻ അവർ റേറ്റ് MHR. അപ്പോൾ MHR = ഒരു മണിക്കൂറത്തെ ഡിപ്രീസിയേഷൻ എത്രയാണ് കണ്ടുപിടിച്ചിട്ടുണ്ട്, ₹1.80. റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ചാർജസ് പെർ അവർ എത്രയാണ് കണ്ടുപിടിച്ചിട്ടുണ്ട്, 90 പൈസയ്ക്ക് വേണ്ടിൽ, അതും പ്ലസ് ചെയ്യുക. സ്റ്റാൻഡിങ് ചാർജസ് പെർ അവർ മണിക്കൂറിൽ 50 രൂപ ഒരു മാസത്തിൽ 50 രൂപ വീതം സ്റ്റാൻഡിങ് ചാർജ് വരുമെന്ന് പറഞ്ഞാൽ അത് മണിക്കൂറിൽ ഒക്കെ മാറ്റണമെങ്കിൽ ഒരു മാസത്തിൽ മെഷീൻ 166 മണിക്കൂർ ഓടുമെന്ന് പറഞ്ഞാൽ 166 കൊണ്ട് ഹരിച്ചപ്പോൾ അത് 30 പൈസയ്ക്ക് മേളിൽ, അതും പ്ലസ് ചെയ്യുക. വൈദ്യുതി ചാർജ് 95 പൈസയ്ക്ക് മേളിൽ. ഓക്കെ, കാരണം ഒരു മണിക്കൂറിൽ 5 യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കും. ഒരു യൂണിറ്റ് വൈദ്യുതിക്ക് 19 പൈസ, പൈസേനെ രൂപയാക്കി മാറ്റുമ്പോൾ 0.19, എന്നിട്ട് 5 യൂണിറ്റിനെ 0.19 കൊണ്ട് ഹരിച്ചിട്ട് അതും അവറിലെ റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ 95 പൈസയ്ക്ക് വേണ്ടി 95 പൈസ. അപ്പോൾ ചുരുക്കി പറഞ്ഞ് ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ ₹3.95 പൈസയ്ക്ക് മേളിലാണ് ഒരു മണിക്കൂറിന് മെഷീൻ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ചിലവ് വരുന്നത്. ഇതാണ് MHR എന്ന് പറയുന്നത്. റൗണ്ട് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ 3.95 പെർ അവർ എന്ന് പറയാം. Therefore, machine hour rate is approximately 3.95 per hour.